എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ ജൂൺ മാസത്തിലെ വ്യാഴമാറ്റം ഇടവം രാശിക്കാർക്ക് എങ്ങനെയുണ്ട്, ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ ഒന്ന് നോക്കാം അല്ലേ. പൊതുവിൽ മാനസികമായിട്ട് കുറച്ച് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടോ ഉള്ളിൽ? കഴിഞ്ഞ വർഷം ഒന്നും ആകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ വലിയ നേട്ടങ്ങളൊന്നും കയ്യിലേക്ക് വന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. വിഷമിക്കണ്ടാന്നേ, നമുക്ക് ഇപ്രാവശ്യം ശരിയാക്കാം അല്ലേ. പൊതുവിൽ ആരോഗ്യപരമായ കാര്യങ്ങൾ തന്നെ നമുക്ക് ആദ്യം പറയാം. വളരെ നല്ല ഗുണഫലങ്ങളാണെങ്കിലും നമ്മുടെ തന്നെ പ്രവൃത്തി കൊണ്ട് ചെറുതായിട്ടുള്ള മനക്ലേശങ്ങളും സങ്കടങ്ങളും കുഞ്ഞു കുഞ്ഞു ഊവാവുകളൊക്കെ വലിച്ചു വയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കൃത്യസമയത്ത് ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ നമ്മൾ വളരെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും നോക്കി കണ്ടൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ആരോഗ്യരംഗം വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വർഷമാണ് കേട്ടോ ഇത്. പിന്നെ വിദ്യാഭ്യാസ കാര്യം എടുത്താൽ കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് ലേശം ഒരലസതയൊക്കെ കാണിക്കുമെങ്കിലും നല്ല രീതിയിൽ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യങ്ങളിലും അമിതമായിട്ടുള്ള ഒരു വിദ്യയിലും പെട്ടെന്ന് അമിതമായിട്ടൊരു ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ലെങ്കിൽ പോലും തുടക്കത്തിൽ നമുക്ക് ചില കുട്ടികളുണ്ടാവും, തുടക്കത്തിൽ അത് ഭയങ്കര ഇഷ്ടമായിട്ട് ചെന്ന് ചാടും. ചിലർക്ക് തുടക്കത്തിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും പിന്നീട് ഇവരിതേക്കുറിച്ച് മനസ്സിലാക്കി പഠിച്ചു വരാനുള്ള സാധ്യതയൊക്കെയുണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് ബൂസ്റ്റൂടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കുട്ടികളൊക്കെ വേഗം വിജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഈ ഇടവരാശിയിൽപ്പെട്ട കുട്ടികൾ. പിന്നെ നമുക്ക് പറയുന്നത് തൊഴിൽപരമായിട്ട് വിജയം തന്നെയാണ് എങ്കിൽ പോലും കുറച്ച് മനക്ലേശങ്ങൾ അല്ലെങ്കിൽ സ്ഥലം മാറ്റം അതുകൊണ്ടുള്ള കുറച്ച് ക്ലേശങ്ങൾ, ചിലപ്പോൾ ജോലിയിൽ തന്നെ നമുക്കൊരു പ്രൊമോഷൻ ആയിരിക്കാം. അപ്പം നമുക്ക് അതിൽ നിന്നൊക്കെയുള്ള ഒരു കുറച്ച് മനക്ലേശം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ജോലിയുടെ ദൂരമായിരിക്കാം വിഷയം, അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഒരു കുറച്ച് വിഷമങ്ങൾ, എന്നാൽ അത് നല്ല മാറ്റങ്ങളായിരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി ജോലി കിട്ടാത്തവർക്ക് അതിനുവേണ്ടി ശ്രമിച്ചാൽ ഈ വർഷം തൊഴിലിലൊക്കെ മെച്ചപ്പെടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് കേട്ടോ. പിന്നെ വിദേശത്തൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊന്ന് നമ്മൾ അന്വേഷിച്ചിട്ടൊക്കെ ചെയ്യണം. വിദേശത്ത് കടന്നു പോകാനുള്ള യോഗമൊക്കെ ഉള്ള ഒരു വർഷമാണ് കേട്ടോ. പൊതുവില് മാനസികമായിട്ട് കുറച്ച് സംഘർഷങ്ങളും വിഷമങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കും, എങ്കിലും കഠിനമായ പരിശ്രമം നമുക്ക് വിജയത്തെ തന്നെ തരും എന്ന് പറയുന്ന പോലെ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വിദേശത്ത് പോകുന്നതിനും വിദേശ ധനം സമ്പാദിക്കുന്നതിനും അതിൽ പ്രശസ്തമാവുന്നതിനുമൊക്കെ സാധ്യതയുള്ള ഒരു വർഷമാണ്. സാമ്പത്തികമായിട്ട് കുഴപ്പങ്ങളില്ല എങ്കിൽ പോലും കയ്യിൽ വരുന്ന ധനം വളരെ സൂക്ഷിച്ച് കൃത്യതയോടെ ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മുടെ സാമ്പത്തികമായ ഒരു അച്ചടക്കമില്ലായ്മ നമ്മളെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കൊക്കെ നയിക്കാനും സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണ് കേട്ടോ. സാമ്പത്തികം നമുക്ക് വരും, പക്ഷെ ആ സാമ്പത്തികത്തെ നമ്മളൊന്ന് അതായത് വീണ്ടും വീണ്ടും നമ്മളിലേക്ക് എത്തും എന്ന് വിചാരിച്ച് ഒന്ന് ധാരാളിക്കാതെ കണ്ട് നമുക്ക് ഉള്ള ധനത്തെ ഒന്ന് പിടിച്ച് ചെലവാക്കിയാൽ നമുക്ക് അതൊരു സാമ്പത്തിക ലാഭമാക്കി തന്നെ മാറ്റാൻ സാധിക്കുന്ന വർഷമാണ്. ദാമ്പത്യപരമായി കുഴപ്പമില്ല എങ്കിലും ദമ്പതികൾ തമ്മിലുള്ള ഐക്യം കൂടുന്നതിനായിട്ട് യാത്രകൾ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോവുകയും പുറത്ത് പോയി ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ വർഷം. അത് കൂടുതൽ കുടുംബത്തിൻ്റെ ഒരു കെട്ടുറപ്പിനും അല്ലെങ്കിൽ ഒരു ദൃഢതയും ഒരു ഐക്യത്തിനൊക്കെയുള്ള വഴി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി കുടുംബത്തെ കൂടുതൽ ആനന്ദകരമാക്കി കൂടെ നിർത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ വർഷം ദമ്പതികളൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. പിന്നെ നമുക്ക് വിവാഹത്തിനൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നവർക്ക് ചെറുതായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ നമ്മൾ തേങ്ങ ഉടയ്ക്കുക അല്ലെങ്കിൽ മോദകം നിവേദിക്കുക. അങ്ങനെ ഗണപതി ഓരോ അമ്പലത്തിലും പല വഴിപാടുകളായിരിക്കും ഉള്ളത്. നാടിൻ്റെയും ദേശത്തിൻ്റെയും ഇരിക്കുന്ന എന്താ പറയുക ആ മൂർത്തിയുടെ സ്വഭാവത്തിൻ്റെയൊക്കെ അനുസരിച്ച് ഓരോ ക്ഷേത്രങ്ങളിൽ ഓരോ വഴിപാടുകളായിരിക്കും. ഗണപതി പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ ഗണപതിയെ പ്രീതിപ്പെടുത്തുന്നതിനുള്ളതായ വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഗന്ധർവ സ്വാമിക്ക് നമ്മൾ മുല്ലമാല സമർപ്പിക്കുക, എളുത്ത ചന്ദനം സമർപ്പിക്കുക, ഇതൊക്കെ ഈ വർഷം നമുക്ക് വിവാഹ കാര്യങ്ങൾക്ക് ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു വർഷമാണ് കേട്ടോ.
ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മുടങ്ങിക്കിടക്കുന്ന വിവാഹങ്ങൾ, അല്ലെങ്കിൽ എല്ലാം റെഡിയായി ഇരുന്നിട്ട് നമുക്ക് കാലതാമസം വരിക, അല്ലെങ്കിൽ ഒരു വിവാഹം പോലും നമുക്ക് ഒത്തുവരാതിരിക്കുക, ഇനി എന്ത് ചെയ്യും, എന്ത് വഴിപാടാ ചെയ്യുന്നതെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നവർക്ക് വിവാഹത്തിൽ പെട്ടെന്ന് പുരോഗതി നേടിയെടുക്കാൻ ഇതിനൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ബിസിനസ് പരമായിട്ട് ഇടയ്ക്ക് ഒരു ചെറിയ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഉണ്ടാക്കുമെങ്കിലും അതിനുശേഷം വളരെ നല്ല ഗുണഫലങ്ങളായിരിക്കും. ബിസിനസ്സിൽ നിന്ന് നല്ല പുരോഗതിയും നല്ല സാമ്പത്തിക വളർച്ചയും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതനുസരിച്ച് നമുക്ക് കൂടുതൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നതിനും, അല്ലെങ്കിൽ കൂടുതൽ അതിൽ നിന്ന് നമുക്ക് ഒരു സാമ്പത്തിക കരുതലൊക്കെ വയ്ക്കുന്നതിനും നമുക്ക് സാധിക്കുന്നൊരു വർഷമാണ്. ബിസിനസ് വിപുലപ്പെടുത്താനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ പറ്റുന്ന ഒരു വർഷമാണ്. ഇപ്പോൾ ഇന്ത്യയിലും അല്ലെങ്കിൽ പുറത്തും വിദേശത്തും ഒക്കെയുള്ള എല്ലായിടത്തും നമുക്കതൊന്ന് വ്യാപിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ശ്രമിച്ചാൽ അതിനുള്ള അവസരങ്ങളൊക്കെ ഈ വർഷം ഒരുങ്ങി കിട്ടാനുള്ള സാധ്യത വളരെ അധികമുള്ള ഒരു വർഷമാണ് കേട്ടോ. അധികമാണ് ഈ ജൂൺ മാസം മുതൽ നമ്മൾ നോക്കിയാലുള്ളത്. പിന്നെ നമുക്ക് വീട് സ്ഥലമൊക്കെ വിൽക്കാതിരിക്കുന്നവർക്ക്, അതായത് വിൽക്കാൻ ശ്രമിച്ചിട്ട് വിറ്റ് പോകാതെ ഇരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വിൽക്കുന്നതിനുള്ള യോഗമൊക്കെയുള്ള ഒരു സമയമാണ്. അതായത് ഉള്ള വസ്തു വിറ്റ് പുതിയ ഭൂമി വാങ്ങുന്നതിനും, അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു കുറച്ച് വിറ്റിട്ട് ബാക്കി വാങ്ങുന്നതിനും, അങ്ങനെയൊക്കെ. അതായത് പഴയതായ മൂലധനം നമുക്ക് കുറച്ച് വിൽക്കാനും യോഗമുണ്ട്, വേറെ സ്ഥലം വാങ്ങാനും യോഗമുണ്ട്. ഇനി അതല്ല, വിൽക്കണം എന്ന് ആഗ്രഹിക്കാത്തവർക്ക്, വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ വാങ്ങാനുള്ള യോഗവുമുണ്ട് കേട്ടോ. ചിലർക്കുണ്ടല്ലോ, നമ്മൾ ഭൂമി വാങ്ങിക്കഴിഞ്ഞാൽ അത് വിൽക്കുന്ന ഇഷ്ടമില്ലാത്തവര്. അപ്പൊ അങ്ങനെയുള്ളവർ, അയ്യോ എനിക്ക് ഈ വർഷം വിൽക്കണം എന്നാണല്ലോ പറഞ്ഞത് എന്ന് വിചാരിച്ച് വിൽക്കാൻ നടക്കണ്ട. അങ്ങനെയല്ല, ആഗ്രഹിക്കുന്നത് എന്തോ, വാങ്ങാനാണോ വിൽക്കാനാണോ, അത് ഏത് തന്നെയായാലും നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു വർഷമാണ്, അല്ലെങ്കിൽ പറ്റുന്ന ഒരു സമയമാണ് എന്നാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല ഗുണഫലങ്ങൾ പ്രദാനം ചെയ്യും. അതുപോലെ നല്ല വീടൊക്കെ വെക്കുന്നതിന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നല്ല വീടുകൾ, നല്ല ബിൽഡിങ്ങുകളൊക്കെ പണിയാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തണം. നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങണം, ആഹാരം കഴിക്കണം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, എക്സസൈസ്, യോഗ, മെഡിറ്റേഷനൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ആ ഒരു കാര്യത്തിൽ യാതൊരു അനാസ്ഥയും വെക്കരുത്. കാരണം ഡിമ്മെന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയും സാമ്പത്തികപരമായിട്ടുള്ള കുറച്ച് നഷ്ടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടിയുള്ള ഒരു വർഷമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ച് ഏതൊരു കാര്യത്തിനും ഒരു മുൻവിധി കൊടുക്കാതെ കണ്ട് വളരെ കൃത്യതയോടും വളരെ സമാധാനത്തോടും കൂടി നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പൊ ഈ കുറെ നല്ല ഫലങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ കുറച്ച് ആൾക്കാർ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും, ഈ നല്ല ഗുണഫലങ്ങളൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ, എന്താണ് അതിൻ്റെ കാരണം? നമ്മൾ നല്ല ഗുണഫലങ്ങൾ കിട്ടുന്നതിനായിട്ട് നമ്മൾ നന്മയുള്ളവരാവുക, കൂടുതൽ സത്യസന്ധതയുള്ളവരാവുക, നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, നമ്മൾ നല്ല മനസ്സോടെ ഇരിക്കുക, മറ്റൊരാളെ നമ്മൾ പഴിക്കാതിരിക്കുക, മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങൾ പറയാതിരിക്കുക, അന്യരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടേണ്ട കാര്യം നമുക്കില്ലല്ലോ. ഇപ്പൊ നമുക്ക് 10 മിനിറ്റ് സമയം കിട്ടിയാൽ അത് മറ്റൊരാളെ കുറ്റം പറഞ്ഞും കുറവ് പറഞ്ഞും കളയുന്ന സമയത്ത് ആ ഈശ്വരനാമം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സങ്കല്പമായിക്കോട്ടെ, ഏതാചരണമായിക്കോട്ടെ, നമ്മൾ കുറച്ച് സമയം ആ ഒരു ഈശ്വര ആരാധനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുക. ആ 10 മിനിറ്റ് നമുക്ക് പോസിറ്റീവായ ഒരു എനർജി വരുന്നതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. നമ്മളിലേക്ക് കൂടുതൽ നെഗറ്റീവ് നമ്മൾ വലിച്ചെടുക്കരുത്. കാരണം നമ്മൾ മറ്റൊരാളുടെ കുറ്റം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ കുറേ നെഗറ്റീവായിരിക്കും നമ്മളിലേക്ക് വരിക, അല്ലെ? അവർ പോലും അറിയാതെ അവരുടെ ദോഷങ്ങൾ മാറ്റി കൊടുക്കാമെന്നൊന്നും നമ്മൾ ഏറ്റിട്ടില്ലല്ലോ. അപ്പൊ പിന്നെ നമ്മൾ എന്താ ചെയ്യുക? മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക, അവരുടെ കുറവുകൾ പറയാതിരിക്കുക, നമുക്ക് വിജയത്തിന് വേണ്ടുന്ന മാർഗങ്ങൾ ആലോചിക്കുക, ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ലത് നമ്മളിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതിന് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് നെഗറ്റീവ് തന്നെയാവല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് നെഗറ്റീവായി കിടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഫലങ്ങൾ കിട്ടാതെ വരുന്നത്. അപ്പൊ ഫലങ്ങൾ കിട്ടാതെ വരുന്നത് വ്യാഴത്തിന്റെ കുഴപ്പമോ, പറയുന്ന ദൈവജ്ഞരുടെ കുഴപ്പമോ, അല്ലെ കേൾക്കുന്ന നിങ്ങളുടെ കുഴപ്പമോ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും അല്ലാത്ത നമ്മുടെ മൈൻഡ് ഉണ്ടല്ലോ, ചില സമയത്ത് നമുക്ക് തരുന്ന ഹൈ നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ഫലങ്ങളെ നമ്മളിലേക്ക് റിസീവ് ചെയ്യാൻ പറ്റാതെ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫലങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ നന്മയുള്ളവരും സത്യസന്ധതയും, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, കൂടുതൽ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ വിചാരിക്കും, ഇപ്പം നമ്മൾ ദാനധർമ്മം ചെയ്യാനൊക്കെ പറഞ്ഞല്ലോ എന്ന്.
ചിലരുണ്ട് എനിക്ക് ഇന്നത് തരുമോ, അല്ലെങ്കിൽ എനിക്ക് വശമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങോട്ട് പറയുന്നവരുണ്ടാവും. ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും അതിന് പറ്റുന്നുണ്ടാവും. ശരിക്കും അർഹതപ്പെട്ടവർ ഒരിക്കലും ആരോടും അങ്ങനെ യാചിക്കണമെന്നില്ല. അവരുടെ ഉള്ളിൽ അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ ഒരിക്കലും മറ്റൊരാളുടെ കയ്യിൽ നിന്നൊരു പൈസ കിട്ടണമെന്നോ അല്ലെങ്കിൽ അത് കൊണ്ട് ജീവിക്കണമെന്നോ ചിന്തിക്കാത്ത ഒരുപാട് പാവങ്ങൾ, അല്ലെങ്കിൽ ഒരു നേരത്തെ അന്നത്തിന് പോലും വശമില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവാറുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു യാത്രയ്ക്ക് പോകുമ്പോൾ ഒരു ഫുഡ് വാങ്ങി ഒരാൾക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിലും വിശത്ത് വരുന്ന വേറൊരാളാണെന്നുണ്ടെങ്കിൽ അവർ നമ്മോട് പറയാറില്ലേ, മോളെ അത് ഞാൻ രാവിലെ കഴിച്ചതാ, ഞാൻ ഉച്ചയ്ക്കല്ലേ കഴിക്കാത്തേ ഉള്ളൂ, അവർക്ക് കൊടുത്തോളൂ, അവരൊന്നും കഴിച്ചിട്ടില്ലെന്നാ തോന്നുന്നത്, പാവം തോന്നുന്നു എന്ന് പറയുന്നവർ വരെയുണ്ട് വളരെ പാവങ്ങളില്. അപ്പോൾ ഒരിക്കലും നേരെ തിരിച്ച് എനിക്ക് കിട്ടിയത് എനിക്ക് വേണം, അവർക്ക് വേണമെങ്കിൽ നിങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുക, അങ്ങനെയല്ല അവർ ചിന്തിക്കുക. അപ്പം നമ്മുടെ മൈൻഡ് എപ്പോഴും നമ്മൾ നമുക്ക് അധ്വാനിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കുക. ഒരിക്കലും വ്യാഴമോ അല്ലെങ്കിൽ പുതുവർഷമോ നമുക്ക് ശനിയോ ഒന്നും ഇങ്ങ് കൊണ്ട് നിങ്ങളിവിടെ ഇരിക്കുകയായിരുന്നോ, ഞാൻ നിങ്ങളെ നോക്കി നടക്കുകയായിരുന്നു, ഇന്നാ പിടിച്ചോ എന്ന് ഒന്നും കൊണ്ട് തരത്തില്ല. നമ്മൾ അതുകൊണ്ട് നന്നായിട്ട് അധ്വാനിക്കുക. നമ്മുടെ തൊഴിൽ എന്താണോ ആ ചെയ്യുന്ന ജോലിയിൽ എന്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടതെന്ന് പഠിക്കുക, അത് മുന്നോട്ട് ചെയ്യുക, നല്ല രീതിയിൽ ജീവിക്കുക. ഉറപ്പായിട്ടും അപ്പൊ ഈ നേട്ടങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും നേരം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി.